بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين اللهم اغفر لنا ولمشايخنا وللوالدين اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما اللهم افتح بالخير واجعل عاقبة أمورنا خير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه منيب اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തത്തെ ഒരു സാലിഹായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പറയുവാനും അത് കേൾക്കുവാനും ചെറിയ രീതിയിൽ പഠിക്കുവാനൊക്കെ നമുക്ക് അവസരം ലഭിച്ചു. ഇതിന് നമ്മളിൽ നിന്നും അള്ളാഹു ഇഖ്ലാസോടുകൂടി സ്വീകരിക്കണം. അള്ളാഹു പാപികളായ നമ്മളിൽ നിന്നും അവൻ്റെ ഔദാര്യം കൊണ്ട് കരുണ കൊണ്ട് ഇത് സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഉഹദ് യുദ്ധത്തിനെ കുറിച്ച് തന്നെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉഹദിലെ സഹാബാക്കളുടെ ത്യാഗത്തെക്കുറിച്ചും ഓരോരുത്തർ ചെയ്ത കോൺട്രിബ്യൂഷനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സഹാബിയുടെ പേര് വരുമ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉസ്താദുകളോട് മഷൂറ ചെയ്യാൻ പറഞ്ഞു. അഥവാ വല്ലാതെ നീണ്ടു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചുരുക്കാം, ഷോർട്ടാക്കാം. ഇങ്ങനെ ഡീപ്പായിട്ട് പറയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോവാം. പക്ഷെ അങ്ങനെ പോയാൽ പലതും നമുക്ക് നഷ്ടപ്പെടും. പല സഹാബിമാരെക്കുറിച്ചും നമുക്ക് അറിയാതായിപ്പോൾ. ഇപ്പോൾ നമ്മൾ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മനസ്സിലാക്കി, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അറിഞ്ഞു, അബൂ തൽഹത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, പിന്നെ സ്ത്രീകളിൽപ്പെട്ട ഉമ്മു ഇമാറ റളിയല്ലാഹു അൻഹ, അവരുടെ മക്കൾ അബ്ദുള്ള, ഹബീബ് ബിൻ സെയ്ദ് അൽ മാസിനി അൽ അൻസാരി അല്ലേ. അപ്പം അങ്ങനെ തന്നെ പോകണോ അതല്ല ഇനി സ്പീഡിലാക്കണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ ഇഷ്ടം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വളരെ വിശാലമായിട്ട് തന്നെ നമുക്ക് പഠിക്കാമെന്നുള്ളതാണ്. കാരണം ഇവിടെ ഇവരെക്കുറിച്ച് പറഞ്ഞു കേട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ എവിടെ പഠിക്കാനാ, വേറെ എങ്ങനെ അറിയാനാ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സ്ത്രീകളുടെ കൂട്ടത്തിൽ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളെ കൂടെ കൊണ്ടുപോകാറുന്നില്ല. മറിച്ച് പരിക്ക് പറ്റിയവരെ ശുശ്രൂഷിക്കാനും അതുപോലെ തന്നെ വെള്ളം എടുത്തു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യ ഘട്ടങ്ങൾ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടിരുന്നു. പക്ഷെ നിർബന്ധ സാഹചര്യത്തിൽ വാളെടുക്കേണ്ടി വന്ന ഒരു മഹദിയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അവരുടെ പേര് ഉമ്മു ഇമാറ നസീബ ബിൻത് കഅബ് അൽ മാസിനിയ റളിയല്ലാഹു അൻഹ. ഇന്നടുത്ത് വേറെ രണ്ട് സ്ത്രീകളെക്കുറിച്ച് കൂടി നമുക്ക് പറയാനുണ്ട്. നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഫാത്തിമ ബീവിയും ഐഷ ബീവിയും റളിയല്ലാഹു അൻഹും. അവരൊക്കെ ആ യുദ്ധത്തിൽ പരിക്കേറ്റവരെ പരിചരിക്കാനും വെള്ളം എടുത്തു കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, അവരുടെ ക്ഷമയെക്കുറിച്ചും അവരുടെ ഈമാനിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ആരായിരുന്നു ഹംന ബിൻ ജഹ്ഷ്? ഭർത്താവിൻ്റെ പേരെന്താ? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. രണ്ടാമത് പിന്നെ അവർ വിവാഹം ചെയ്തത് ആരാ? തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. അഹ്സൻതു ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു പറയാം, ഉഹദ് യുദ്ധ രണാങ്കണത്തിൽ അന്നത്തെ ദിവസം, നമ്മളിത് മുമ്പും പല വട്ടം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സംഭവം പറയാതെ പോയാൽ ഒരു മനസ്സിലൊരു സമാധാനം കിട്ടില്ല. അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഉഹദ് യുദ്ധത്തിൻ്റെ ദിവസത്തിൽ ഒരു സ്ത്രീ, ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ ഓടി വരികയാണ്. ഹത്ത കാദ തുഷ്രിഫു അലൽ ഖത്ല, മരണപ്പെട്ട് കിടക്കുന്ന ശുഹദാക്കളെ അന്വേഷിച്ചുകൊണ്ട് അവരുടെ അടുക്കലേക്ക് ഇങ്ങനെ ഓടി വരിക. അപ്പോൾ നമുക്കറിയാം ഉഹദ് യുദ്ധത്തിൽ ശുഹദാക്കളിൽപ്പെട്ട അധിക ആളുകളെയും ശത്രുക്കൾ ചിത്രവധം ചെയ്തിരുന്നു, അവരുടെ ശരീരം വികൃതമാക്കിയിരുന്നു. അപ്പോൾ ഫകരിഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തറാഹും, ഒരു പെണ്ണ് വന്ന് ഈ അവസ്ഥയിൽ ശുഹദാക്കളെ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അൽമർ, ആ സ്ത്രീ അവിടെ പിടിച്ചു വെക്കൂ എന്ന് പറഞ്ഞു. സുബൈർ റളിയല്ലാഹു അൻഹു പറയാം, എനിക്ക് അടയാളം കണ്ടിട്ട് ആ ഓടി വരുന്ന സ്ത്രീ എൻ്റെ ഉമ്മ സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹയാണെന്ന് മനസ്സിലായി. സഫിയ ആരാ?
റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയാണ്. സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചുമ്മയാണ്. അപ്പോൾ അവരാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഓടിപ്പോയി അവരുടെ അടുക്കലേക്ക്. അവർ ശുഹദാക്കളുടെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ അവരെ തടഞ്ഞു വെക്കാൻ വേണ്ടി നോക്കി. ഫലദമത് ഫി സദ്രി വകാനത് ഇംറഅതൻ ജലിദ. പക്ഷെ അവരെന്നെ നെഞ്ചിലേക്കൊന്ന് അടിച്ച് എന്നെ തള്ളി മാറ്റി. അവർ നല്ല കരുത്തുറ്റ സ്ത്രീയായിരുന്നു. സുബൈർലാന്ന് പറയാം. കാരണം അവരാരുടെ പെങ്ങളാ? ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങളാ സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്, എൻ്റെ ഉമ്മയാണ്. അപ്പോൾ അവരെന്നെ നെഞ്ചിൽ ഇങ്ങനെ തട്ടി മാറ്റി, മാറി എടുക്കടാ, ഇലൈക അന്നി ലാ അർദലക്, ഇവിടെ നിനക്കെന്താ കാര്യം, മാറി നിൽക്ക്, നീ ആരാ എന്നെ തടയാൻ എന്ന് ചോദിച്ച് എന്നെ അങ്ങ് തള്ളി മാറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ 18ാമത്തെ അടവെടുത്ത് ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസമ അലൈക്, ഞാനല്ല നിങ്ങളോട് നിൽക്കാൻ പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധപൂർവ്വം ഒരു സ്ത്രീ പെണ്ണുങ്ങൾ അങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ അവരവിടെ നിന്നു. കാരണം സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് കേട്ടാൽ അതിനപ്പുറത്തേക്ക് പിന്നെ ആലോചിക്കുമായിരുന്നില്ല. അവർ മകനോട് ചോദിച്ചു, മകനെ, എന്തിൻ്റെ പേരിലാണ് റസൂലുള്ള എന്നോട് അവിടേക്ക് പോണ്ടാന്ന് പറഞ്ഞത്? എനിക്കറിയാം അന്നഹു ഖദ് മുസ്സില ബി അഖി, എൻ്റെ സഹോദരനെ അവർ ചിത്രവധം ചെയ്ത് വികലമാക്കിയിട്ടുണ്ട്, വിരൂപിയാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതറിയാത്തതുകൊണ്ടല്ല. പക്ഷേ വദാലിക ഫില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. ഫമാ അർലാന ബിമാ കാന മിൻ ദാലിക്, അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. ലഅഹ്തസിബന്ന വല അസ്ബിറന്ന ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ പ്രതിഫലത്തെ ആഗ്രഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാം. അതിൽ എനിക്ക് വലിയ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവസാനമായിട്ട് ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ റസൂലുള്ള ഈ കോലത്തിൽ കാണേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ തടഞ്ഞെങ്കിൽ എനിക്കതിൽ കുഴപ്പമില്ല. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്, അതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു. സുബൈർ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയി അവിടത്തോട് ഈ കാര്യം പറഞ്ഞപ്പോൾ നബി പറഞ്ഞു ഖല്ലി സബീലഹ, അങ്ങനെ അത്രയ്ക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ വിട്ടേരെ, അവരെ കണ്ടുകൊള്ളട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ അവർ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് വന്നു. അവിടെ നിന്ന് കുറേ നേരം ദുആ ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദുആ പറഞ്ഞു. വസ്തഗ്ഫറത് ലഹു, ആ ഹംസക്ക് വേണ്ടി, സഹോദരന് വേണ്ടി റളിയല്ലാഹു അൻഹു പാപമോചനത്തെ തേടിയിട്ട് അവർ കുറച്ച് നേരം അവിടെ കഴിച്ചു കൂട്ടി. ഇതൊക്കെ നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമുണ്ട്. സ്വന്തം സഹോദരനെ ഏത് കോലത്തിലാണ് കാണുന്നത്? കണ്ണു ചൂഞ്ഞെടുത്തിട്ടുണ്ട്, നെഞ്ച് കീറിപ്പൊളിച്ചിട്ടുണ്ട്, ഉള്ളിൽ നിന്ന് കരളടക്കം പുറത്തെടുത്ത് ചവച്ചു തുപ്പിയ അവസ്ഥയിലാണുള്ളത്, ചെവി മുറിച്ചെടുത്തിട്ടുണ്ട്, ഇങ്ങനത്തെ ഭീകരമായ അവസ്ഥയിലാണ്. അവിടെ നിന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞു, ദുആ ചെയ്തു, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തെന്ന് പറയാൻ നമുക്ക് എളുപ്പമുണ്ട്. പക്ഷെ ആ ഒരു രംഗത്തിൽ അത് എത്രമാത്രം ഭീകരമാണെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം അവർ 2 വസ്ത്രം പുറത്തെടുത്തിട്ട് പറഞ്ഞു, ദാ ഹാദാനി സൗബാനി ജിത്തു ബിഹിമാ ലി അഖി ഹംസ, എൻ്റെ സഹോദരൻ ഹംസയെ കഫൻ ചെയ്യാൻ വേണ്ടി അവസാനമായി ഞാൻ കൊണ്ടുവന്ന 2 വസ്ത്രമാണിത്, 2 തുണിയാണിത്, നിങ്ങൾ ഇതിൽ അദ്ദേഹത്തെ കഫൻ ചെയ്യണമെന്ന് പറഞ്ഞു. സുബൈർ റളിയല്ലാഹു അൻഹു പറയാ, അങ്ങനെ ഞങ്ങൾ 2 തുണിയും എടുത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ, മുമ്പ് നമ്മൾ ഈ സംഭവം പറഞ്ഞാണ് അൻസാരികളെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഞങ്ങൾ അങ്ങനെ കഫൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വളരെ വികൃതമാക്കപ്പെട്ട് ഹംസ റളിയല്ലാഹു അൻഹു കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരാളുണ്ട്, റജുലുൻ മിനൽ അൻസാർ, അൻസാരികൾപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യൻ. അദ്ദേഹത്തോടും ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ഏത് രീതിയിൽ പെരുമാറപ്പെട്ടോ അതുപോലെ അദ്ദേഹത്തിൻ്റെ ശരീരവും അലങ്കോലമാക്കിയിട്ടുണ്ട്, വിരൂപയാക്കിയിട്ടുണ്ട്, ചിത്രവധം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ നോക്കുമ്പോൾ ആ മനുഷ്യൻ അവസാനമായി ഒന്ന് കഫൻ പൊതിയാൻ വേണ്ടി ഒരു വസ്ത്രം പോലും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം കിടക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ തൊട്ടടുത്ത് കിടക്കവേ 2 വസ്ത്രം കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കഫൻ പൊതിയാൻ ഞങ്ങൾക്കൊരു മടിയായി. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യനാരാ? അദ്ദേഹത്തിൻ്റെ പേര് പോലും ചരിത്രത്തിലില്ല. നിങ്ങൾ എവിടെ പരിധി പോയാലും ആ മനുഷ്യൻ്റെ പേര് നിങ്ങൾക്ക് കിട്ടൂല. അൻസാരികളുടെ ത്യാഗം നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, അത്രക്കും ആത്മാർത്ഥമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി, ഈ ദീനിന് വേണ്ടി അവർ ജീവൻ കൊടുത്തു. പക്ഷെ അവരുടെ പേര് പോലും എവിടെയും അടിച്ചു വന്നില്ല. അവർ ഡയറക്റ്റിലില്ല, അള്ളാഹ്ക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ സഹാബാക്കൾ പറയാ, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഒരു വസ്ത്രം കൊണ്ട് ഹംസയെ പൊതിയൂ, മറ്റൊരു വസ്ത്രം കൊണ്ട് ആ സഹോദരനെ പൊതിയൂ. ഞങ്ങൾ നോക്കിയപ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതും, ആർക്ക് വലുത് കൊടുക്കണം, ആർക്ക് ചെറുത് കൊടുക്കണം, സംശയമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. കാരുണ്യത്തിൻ്റെ കടലായ, നീതിയുടെ ഉറവിടമായ അഷ്റഫുൽ ഖൽഖ് തഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞത്? എൻ്റെ അളാപ്പക്ക് വേണ്ടിയിട്ട് എൻ്റെ കൊച്ചുമ്മ കൊണ്ടുവന്നതല്ലേ, അത് കൊടുക്കൂ എന്ന് പറയുന്നതിന് പകരം, കൊച്ചുമ്മ അല്ലല്ലേ, അമ്മായി അല്ലേ, അമ്മ കൊണ്ടുവന്നതല്ലേ അവർക്ക് കൊടുക്കൂ എന്ന് പറയുന്നതിന് പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
നിങ്ങൾ നറുക്കിടുക, ആർക്കാണോ നറുക്ക് വീഴുന്നത് അയാൾക്ക് വലിയ തുണി കൊടുക്കുക, മറ്റേയാൾക്ക് ചെറിയ തുണി കൊടുക്കുക എന്ന് പറഞ്ഞു. സഹാബാക്കൾ നറുക്കിട്ടു. നറുക്ക് വീണതിനനുസരിച്ച് വലിയ തുണിയിൽ ഒരാളെ പൊതിരുകയും ചെറിയ തുണിയിൽ മറ്റേയാളെ പൊതിയുകയും ചെയ്തു. റളിയല്ലാഹു അൻഹു. അപ്പോൾ സഹാബിയത്തിൻ്റെ പേരെന്താ? സഫിയ ബിൻത്ത് അബ്ദുൽ മുത്തലിബ്. അവരും കുറേ ക്ഷമിച്ചു, കുറേ സഹിച്ചു ആ യുദ്ധത്തിൽ. അതിനുശേഷം നമുക്ക് പറയാനുള്ളത് ഒരു സ്ത്രീയെക്കുറിച്ചാണ്. ആ സ്ത്രീയുടെ പേരും ചരിത്രത്തിൽ പരതിയാൽ നമുക്ക് കാണൂല, മറിച്ച് അൽ മർഅത്തു ദീനാരിയ എന്ന പേരിലാണ് അവർ പ്രസിദ്ധമായത്. ബനു ദീനാർ ഗോത്രത്തിൽപ്പെട്ട സ്ത്രീ. ആ സ്ത്രീയുടെ സംഭവം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ അൻസാരികളിൽപ്പെട്ട നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിൽ നമുക്ക് എന്നും മാതൃകയാകുന്ന, ചെറുപ്പകാലം മുതൽ നമ്മൾ കേൾക്കുന്ന സംഭവത്തിൻ്റെ ഈ ഉടമ അത് ആരാണെന്ന് ചരിത്രത്തിൽ കാണൂല. അൻസാരികളൊക്കെ അങ്ങനെയാണ്. എന്തായിരുന്നു അവരുടെ ചരിത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഉഹദിൽ നിന്ന് വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഇവർ നബിതങ്ങളുടെയും സഹാബാക്കളുടെ അടുക്കലേക്ക് ഓടി വരിക. ബേജാറായിട്ടാണ് വരുന്നത്. ഓടി വരുന്നതിനിടയിൽ അവരെ ഒരാൾ കണ്ടപ്പോൾ ആദ്യം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. അവർ തിരിച്ചു പറഞ്ഞത് എന്താ? അവർ ആ വാർത്ത കേട്ടതായി പോലും നടിച്ചില്ല. അവർ ബേജാറോട് ചോദിച്ചു, മാ ഫഅല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് മരിച്ചത് അവർ കേൾക്കുന്നേയില്ല. ആ ഭർത്താവിൻ്റെ മരണ വാർത്ത അറിയിച്ച ആളോട് അവർ ചോദിക്കുന്നത്, എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തു പറ്റി? അവിടുന്ന് മറിഞ്ഞു വീണൊന്നും പല്ല് ഷഹീദായെന്നും രക്തം വാർന്നൊലിച്ചൊന്നും എന്ന് മാത്രമല്ല കൊല ചെയ്യപ്പെട്ടു, ഷഹീദാക്കപ്പെട്ടു എന്ന വാർത്ത വരെ കേൾക്കുന്നു. എൻ്റെ റസൂലിന് എന്തു പറ്റി? വീണ്ടും അവർ ഓടി അടുത്ത ആൾ കണ്ടു. അവരോട് പറഞ്ഞു, അഹൂഖ് വഖദ് ഉസീബ അഹൂഖ്, നിൻ്റെ സഹോദരൻ വഫാത്തായിട്ടുണ്ട്, ഷഹീദാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും അവരെന്താ പറഞ്ഞത്? മാ ഫഅല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, അബൂഖ്, നിൻ്റെ ഉപ്പ, നിൻ്റെ പിതാവ് ഷഹീദാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും മാ ഫഅല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിന് എന്ത് പറ്റി? അപ്പോൾ ആരൊരാൾ പറഞ്ഞു, ഖൈറൻ യാ ഉമ്മി ഫുലാൻ, ഒന്നുമില്ല, കുഴപ്പമില്ല, നല്ല അവസ്ഥയിൽ തന്നെയാണ്. ഹുവ ബിഹംദില്ലാ കമാ തുഹിബ്ബീനി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ ആശിക്കുന്നത് അതുപോലെ നല്ല സലാമത്തായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അറൂനി ഹത്ത അൻദുറ ഇലൈഹി, നിങ്ങൾ അദ്ദേഹത്തെ എനിക്ക് കാണിച്ചു തരൂ, അവിടുത്തെ കണ്ട് സമാധാനം അടയുന്നത് വരെ എനിക്കിനി അടങ്ങിയിരിക്കാൻ കഴിയില്ല. അങ്ങനെ ആളുകൾ ആ സ്ത്രീയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. നബി തങ്ങളെ ഒന്ന് കൺകുളിർക്കെ കണ്ടിട്ട് അവിടുന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവർ പറഞ്ഞു, കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ, അങ്ങേക്ക് ശേഷം ബാക്കി എല്ലാ മുസീബത്തുകളും ഞങ്ങളുടെ അടുക്കൽ വളരെ നിസ്സാരമാണ് റബിയെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞങ്ങൾക്ക് ഉപ്പ പോയാലും പ്രശ്നമില്ല, ഉമ്മ പോയാലും പ്രശ്നമില്ല, സഹോദരൻ പോയാലും പ്രശ്നം, ഭർത്താവും അടക്കം മരിച്ചു. നമ്മൾ ഇന്നലെ ഹംന ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഭർത്താവ് മരിച്ചപ്പോൾ ഒച്ച വെച്ചു എന്ന് പറഞ്ഞില്ലേ? ഇവരുടെ ഭർത്താവ് അൻസാരികൾ അത്രയും സ്നേഹമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ പേര് പോലും നമുക്കറിയില്ല. നമ്മളെങ്ങാനും ദീനിൻ്റെ മാർഗ്ഗത്തിൽ എന്തെങ്കിലും ഒന്ന് നല്ലത് ചെയ്താൽ നാലാളെ അറിയിക്കും, ഒരു ഫോട്ടോ എല്ലാം എടുത്ത് അതിനൊരു സ്റ്റാറ്റസ് എല്ലാം ആക്കി നാലാളെ അറിയും. പക്ഷേ അത്രയും ഇഖ്ലാസായിരുന്നു. ഈ ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് എത്തണം. മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതും നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമുണ്ട്. AC റൂമിലിരുന്ന് നല്ല സുഖത്തിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ മുന്നിൽ വന്നിരിക്കുമ്പോൾ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ആ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഭർത്താവാണ് മരണപ്പെട്ടത്, സഹോദരനാണ് മരണപ്പെട്ടത്, വാപ്പയാണ് മരണപ്പെട്ടത്. എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനായിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ് എന്ന ആ സ്ത്രീ പറയാണ്. പക്ഷേ അത് നമുക്കും അങ്ങനെയുള്ളൊരു കണക്ഷനിലേക്ക് എത്തണം. പ്രത്യേകിച്ച് ഇതിപ്പോൾ റബീഉൽ അവ്വൽ 1 ഇന്ന് റബീഉൽ അവ്വൽ മാസം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുകയും പാടുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന മാസമാണ് റബീഉൽ അവ്വൽ മാസം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അറിയാനും അവിടുത്തെ ജീവിതം പഠിക്കാനും ഒക്കെ മുസ്ലിം സമുദായം മൊത്തത്തിൽ ഉപയോഗിക്കുന്ന ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. പക്ഷേ ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, മുൻ വർഷങ്ങളിലും പറഞ്ഞിരുന്നു, അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയത് അൽഹംദുലില്ലാ റബീഉൽ അവ്വലിന് മുമ്പും നമ്മൾ എല്ലാ ആഴ്ചയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്. റബീഉൽ അവ്വലിലും ഇൻഷാ അല്ലാഹ് 4 ആഴ്ചയും നമ്മൾ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയും. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലിന് ശേഷവും നമ്മൾ എല്ലാ ആഴ്ചയും എന്നല്ല, എല്ലാ ദിവസവും എന്നല്ല, എല്ലാ സെക്കൻഡുകളിലും നമ്മുടെ റസൂലിനെ ഓർമ്മിക്കും. അവസാനം മരിക്കും വരെയും ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മൾ മരിക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തൂടെ? ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ വലിയ ഭാഗ്യമാണ്. അതിൻ്റെ പേരിൽ നമ്മൾ അള്ളാഹുവിനെ നന്നായിട്ട് സ്തുതിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു, എന്തിനാണ് ഈ ക്ലാസ് തുടങ്ങിയത്, എന്തിനാണ് നമ്മൾ മെനക്കെട്ട് ഏകദേശം 1 മണിക്കൂറോളം സമയം നമ്മളിവിടെ വന്ന് ചിലവഴിക്കുന്നുണ്ട്. എല്ലാവർക്കും തിരക്കുകളുണ്ട്. പ്രത്യേകിച്ച് ഇത് കല്യാണത്തിൻ്റെ സീസണാണ്. ഓരോരുത്തർക്കും പല മംഗലത്തിനും പോകാനുണ്ട്, എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി വെച്ചിട്ട് എന്തിനാണ് കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ റസൂൽ നമ്മുടെ ഒരു വികാരമായി മാറണം, നമ്മുടെ എല്ലാമായി മാറണം, സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെത്തണം. ഈ സ്ത്രീ സ്നേഹിച്ചതുപോലെ, സഹാബാക്കൾ സ്നേഹിച്ചതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാവണം.
മുസ്അബ് ബിൻ അബ്ദില്ല റഹിമഹുല്ല പറയാണ്, ഇമാം മാലിക് റഹിമഹുല്ലയുടെ അടുക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയപ്പെട്ടാൽ, നബിതങ്ങളുടെ പേര് പറയപ്പെട്ടാൽ, യതഗയ്യറു ലൗനുഹു, അദ്ദേഹത്തിൻ്റെ നിറം മാറുമായിരുന്നു എന്നാ. വയൻഹനി, അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ തലയും നെഞ്ചും ഒക്കെ ഇങ്ങനെ കുനിഞ്ഞു വരുന്ന. അപ്പം ഇമാം മാലിക് റഹിമഹുല്ല മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ എടുക്കുന്നത് എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കുറേ പറയേണ്ടി വരുമല്ലോ. പേര് പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ നിറം മാറുന്നു, അദ്ദേഹത്തിൻ്റെ നെഞ്ചും തലയൊക്കെ ഇങ്ങനെ കുനിഞ്ഞു വരുന്നു. സദസ്സിലുള്ള പലർക്കും ഇതൊരു ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. എപ്പോഴും എന്നും കുന്നു ഇതന്നെ പരിപാടി, തല ഇങ്ങനെ കുനിഞ്ഞു വരിക, അദ്ദേഹത്തിൻ്റെ നിറം മാറുക. അപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ചെറിയ വിമർശനം കേൾക്കുകയുണ്ടായി. ഫഖീല ലഹു യൗമൻ ഫീ ദാലിക്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ചെറിയ വിമർശനം കേട്ടു. ഇതെന്താ ഇത്, ഇങ്ങനെ ഓവറായിട്ട് സ്നേഹിക്കേണ്ട ആവശ്യമുണ്ടോ? സ്നേഹം എന്ന് പറഞ്ഞാൽ സഹാബാക്കളൊക്കെ സ്നേഹിച്ചില്ലേ? അവരെങ്ങനെയായിരുന്നു സ്നേഹിച്ചത്? താബിയങ്ങൾ സ്നേഹിച്ചില്ലേ? താബിയങ്ങൾ എങ്ങനെ ചെയ്തിട്ടുണ്ടോ? സഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിച്ചു. അന്ന് നമ്മളെപ്പോലത്തെ ആളുകളായതുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും ചെറിയ വിമർശനമേറ്റു. ആളുകൾക്ക് ബുദ്ധിമുട്ടായി, ഇതെന്നും കൊന്നും ഇതന്നെ പരിപാടി. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ല തിരിച്ചു പറഞ്ഞു, ലൗ റഅയ്തും മാ റഅയ്ത് ലമാ അൻകർതും അലയ്യ മാ തറൗൻ, ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ചെയ്യുന്നതിന് നിങ്ങൾ വിമർശിക്കുമായിരുന്നില്ല, ഒരു അസാധാരണ സംഭവമായി നിങ്ങൾ കാണുമായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം കണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയുകയാ, ലഖദ് കുന്തു അറാ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ വകാന സയ്യിദൽ ഖുറാ, ഞാൻ മുഹമ്മദ് ഇബ്നുൽ മുൻകദിറിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഖാരികളുടെ നേതാവാണ്. അദ്ദേഹത്തോട് എപ്പോഴെല്ലാം ഏതൊക്കെ ഹദീസുകൾ ചോദിക്കപ്പെടുമോ അപ്പോഴൊക്കെ അദ്ദേഹം കരഞ്ഞിട്ടല്ലാതെ മറുപടി പറയാൻ കഴിയുമായിരുന്നില്ല. ഹത്താ നർഹമുഹു, ഞങ്ങൾക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നുന്ന അവസ്ഥയിൽ അദ്ദേഹം കരയുമായിരുന്നു എന്ന്. വലഖദ് കുന്തു അറാ ജഅഫർ ഇബ്നു മുഹമ്മദ്, ജഅഫർ സാദിഖ് റഹിമഹുല്ലയെ ഞാൻ കാണുമായിരുന്നു. വകാന കസീറ ദുആബതി വത്തബസ്സും, അദ്ദേഹം വളരെയധികം ചിരിക്കുന്ന ആളും അനുവദനീയമായ തമാശകൾ പറയുന്ന ആളുമായിരുന്നു എന്നാ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ നിറം മഞ്ഞ വർണ്ണമാകുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും ശുദ്ധിയില്ലാതെ ഹദീസ് പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേയില്ല. ഞാൻ പല വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ എപ്പോഴും ഇങ്ങനെ പോയി വരുമായിരുന്നു. ഞാൻ മൂന്നിലൊരവസ്ഥയിലല്ലാതെ അദ്ദേഹത്തെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒന്നെങ്കിൽ ഇമ്മാ മുസല്ലിയൻ, അദ്ദേഹം നമസ്കരിക്കുകയായിരിക്കും, അല്ലെങ്കിലോ വ ഇമ്മാ സാമിതൻ, അദ്ദേഹം മിണ്ടാതിരിക്കുകയായിരിക്കും, വ ഇമ്മാ യഖറഉൽ ഖുർആൻ, അല്ലെങ്കിൽ അദ്ദേഹം ഖുർആൻ ഓതുകയായിരിക്കും. അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും സംസാരിക്കുമായിരുന്നില്ല. വീണ്ടും ഇമാം മാലിക് പറയാ, ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം റഹിമഹുല്ലയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയപ്പെട്ടാൽ പിന്നീട് നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുക, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ വാർന്നു പോയതുപോലെ നിങ്ങൾക്ക് തോന്നുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ പേര് പറയപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ നാവ് വരണ്ടുണങ്ങി പോവുകയായിരുന്നു. ഹൈബത്തൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഭയഭക്തിയും ആദരവും കാരണം അദ്ദേഹത്തിൻ്റെ രക്തം വാർന്നു പോയതുപോലെ നിങ്ങൾക്ക് തോന്നുമായിരുന്നു. വലഖദ് കുന്തു ആതി ആമിർ ബിൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ റഹിമഹുല്ലാ, ആമിർ ബിൻ അബ്ദുല്ലാഹി ബിൻ സുബൈറിൻ്റെ അടുക്കലേക്ക് ഞാൻ വരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെട്ടാൽ അദ്ദേഹം കരയുമായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കണ്ണിൽ കണ്ണുനീര് അവശേഷിക്കാത്ത അത്രയും വരെ കരയുമായിരുന്നു. അത്രയും അധികം അദ്ദേഹം കരയുമായിരുന്നു. തീർന്നില്ല, ഞാൻ സുഹ്രി റഹിമഹുല്ലയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ജനങ്ങളോട് നല്ല മിങ്കിളാകുന്ന, എല്ലാവരോടും നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന മഹാനവറുകളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെട്ടാൽ പിന്നീട് അദ്ദേഹം എനിക്ക് നിന്നെയും പരിചയമില്ല, നിനക്ക് എന്നെയും പരിചയമില്ല എന്നൊരവസ്ഥയിലേക്കായി മാറുമായിരുന്നു. അതായത് നബിയോടുള്ള അതിയായ ആദരവും ഭക്തിയും കാരണം സാധാരണമായ സംസാരവും സൗഹൃദപരമായ ഇടപെടലും ഒക്കെ മറന്നുകൊണ്ട് ഒരു പ്രത്യേക ഗൗരവത്തിൻ്റെ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുമായിരുന്നു. വീണ്ടും ഇമാം മാലിക് പറയാ, ഞാൻ സഫ്വാൻ ബിൻ സുലൈമിൻ്റെ അടുക്കൽ പോയിട്ടുണ്ട്. അദ്ദേഹം നല്ല ആബിദായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെട്ടാൽ അദ്ദേഹം കരഞ്ഞ് അവസാനം കൂടെയുള്ള ആളുകൾ മടുത്തിട്ട് അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് എഴുന്നേറ്റ് പോകുമായിരുന്നു എന്നാണ്. ഇത് സിയർ അലാമിൻ നുബലായിൽ ഇമാം ദഹബിയും അതേപോലെ തന്നെ ഷിഫ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഖാദി അയ്യാൽ റഹിമുള്ളയൊക്കെ ഇമാം മാലിക്കിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇമാം മാലിക് റഹിമുള്ള പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയപ്പെടുന്ന മാത്രയിൽ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണിത്. അതായത് അദ്ദേഹം പറഞ്ഞു വരുന്നത്, ഞങ്ങൾ മനഃപൂർവ്വം കാട്ടിക്കൂട്ടുന്നതല്ല ഇത്, അല്ലെങ്കിൽ ആരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യമല്ല ഇത്, മറിച്ചോ ഇതൊരു ഓട്ടോമാറ്റിക് റിയാക്ഷനാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഞങ്ങൾ അറിയാതെ വരുന്ന മാറ്റങ്ങളാണ്. അതിൻ്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ നിങ്ങളെ എങ്ങനെ വിമർശിക്കും എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്കും എത്തണം. ഈ ഒരു ഓട്ടോമാറ്റിക് റിയാക്ഷൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുമ്പോൾ, അവിടുത്തെക്കുറിച്ച് പറയപ്പെടുമ്പോൾ ഹൃദയം പെട്ടപ്പെടക്കണം, നമ്മുടെ നെഞ്ച് കിടുങ്ങണം, നമുക്ക് വല്ലാത്തൊരു സ്നേഹമുണ്ടാവണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അവസ്ഥയിലുള്ള ഒരു ബന്ധം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അടുത്തതായി ഉഹദിൽ ത്യാഗം സഹിച്ച അടുത്ത മഹാനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് മറ്റാരുമല്ല, അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉഹദിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് നമ്മൾ അധികവും കേട്ടിട്ടില്ല. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്ന് ചിതറിപ്പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് ഉറച്ച് പോരാടിയ വലിയ മഹാനായിരുന്നു ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് പരിക്ക് പറ്റി, ഒരുപാട് പരിക്കുകൾ പറ്റി. അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന സനായ, നമ്മളന്ന് പറഞ്ഞല്ലോ, മുമ്പിലുണ്ടായിരുന്ന 2 പല്ലും വേരോടെ പറഞ്ഞുപോയി. പിന്നീട് ജീവിതകാലം മൊത്തവും മുമ്പിലെ 2 പല്ല് അദ്ദേഹത്തിനില്ലായിരുന്നു. ഏകദേശം 20ഓളം മുറിവുകൾ, വാളുകൊണ്ട് വെട്ടിയിട്ടും കുന്തം കൊണ്ട് കുത്തേറ്റുമൊക്കെ 20ഓളം മുറിവുകൾ ആ മഹാനവറുകളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില മുറിവുകൾ അദ്ദേഹത്തിൻ്റെ കാലിലായിരുന്നു വന്നുകൊണ്ടത്. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും അദ്ദേഹം മുടന്തിയായിരുന്നു പിന്നീട് നടന്നിരുന്നത്. സുബ്ഹാനല്ലാഹ്. എപ്പോഴാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്? ഹിജ്റ 3-ാം വർഷം ഉഹദ് യുദ്ധം നടക്കുന്നത്. ശ്രദ്ധിക്കണേ, ഹിജ്റ 3-ാം വർഷമാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. അദ്ദേഹം വഫാത്താകുന്ന ഏകദേശം ഹിജ്റ 32-നാണ്. ഈ 3-ാം വർഷം ഉഹദ് യുദ്ധം നടന്ന് മുടന്ത് തുടങ്ങിയിട്ട് എത്ര വർഷം അദ്ദേഹം മുടന്തി നടന്നു? ഏകദേശം 29-30 വർഷം അദ്ദേഹം മുടന്തിയായിരുന്നു നടന്നിരുന്നത്. അല്ലാഹു അക്ബർ. എന്തിനു വേണ്ടിയാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ത്യാഗത്തെക്കുറിച്ച് നമുക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ആരാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് നമ്മൾ അറിയണം റളിയല്ലാഹു അൻഹു. ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ട്, എങ്കിലും ബാക്കിയുള്ള സഹാബാക്കളെ കുറിച്ച് നമ്മൾ പഠിച്ചതുപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാം. അദ്ദേഹത്തിൻ്റെ ഗോത്രം ബനു സുഹറ ഗോത്രമാണ്. ബനു സുഹറ ഏതാ ഗോത്രം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബീവിയുടെ ഗോത്രമാണ് ബനു സുഹറ. ഇനി അത് മറക്കരുത്. ആ ഗോത്രത്തിൽ തന്നെ അശ്റത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട വേറൊരു സഹാബിയുണ്ട്. ആരാത്? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം ബനു സുഹറ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ആനക്കലഹ വർഷത്തിന് ശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലവും ഇദ്ദേഹം തമ്മിൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്? 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആദ്യത്തെ 8 പേരിൽ ഒരാളായിരുന്നു ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളാൽ മുസ്ലിമീങ്ങളായ 5 മഹാന്മാരിൽ ഒരാളായിരുന്നു ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. 2 ഹിജ്റ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആദ്യം അബിസീനയിലേക്കും പിന്നെ മദീനയിലേക്കും പോയിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് ഒരു 6 പേരെ ഒരു ഷൂറ കമ്മിറ്റി പോലെ തിരഞ്ഞെടുത്തിട്ട് അവരെയാണ് ഖിലാഫത്തിൻ്റെ ഉത്തരവാദിത്വം ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചത്. ഈ 6 പേരിൽ നിന്ന് ഒരാളായിരിക്കണം ഖലീഫ എന്ന് അദ്ദേഹം പറഞ്ഞു. 6 പേരിൽ ആരുണ്ടായിരുന്നു? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവസാനം അലി ആകണോ ഉസ്മാൻ ആകണോ റളിയല്ലാഹു അൻഹുമ, ആരാണ് ഖലീഫയാകേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം ഈ 6 പേരും ആരെ ഏൽപ്പിച്ചത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനാണ്. അദ്ദേഹമാണ് പിന്നീട് ഉസ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിട്ട് തീരുമാനിക്കുന്നത്. ഇത്രയൊക്കെ ശ്രേഷ്ഠതയുള്ള വലിയ മഹാനാണ് ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ കച്ചവടക്കാരനായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു. പക്ഷേ ഹിജ്റ ചെയ്ത് മദീനത്തെത്തിയപ്പോൾ ഒരു സമ്പത്തും കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. 0 ബാലൻസ് ആയിട്ട് പാപ്പരായിട്ടാണ് അദ്ദേഹം മദീനത്തേക്ക് പോകുന്നത്. മദീനത്ത് വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സാഹോദര്യത്തിൽ അഹിയാക്കി കൊടുക്കുന്നത്, സാഹോദര്യ ബന്ധം സ്ഥാപിക്കുന്നത് സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുമായിട്ടാണ്. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ സഹീഹായ റിവായത്തിലൂടെ ബുഖാരി മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച് നമ്മുടെ കയ്യിൽ സഹീഹായ റിവായത്തോടുകൂടി വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ലായിരുന്നു അത്, അല്ലേ? സഅദ് ഇബ്നു റബീഅയുടെ സംഭവം അറിയില്ലേ? സഅദ് റബീഅ റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയ ഉടനെ നേരെ അദ്ദേഹത്തെ കൊണ്ട് വീട്ടിലേക്ക് വന്നു. ആരാ കൊടുത്തത്? സഹോദരനാക്കി കൊടുത്തത് ആരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അതിൽ ആവേശം കയറി വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, സഹോദര, ഞാൻ അൻസാറുകളിൽ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ്. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ സമ്പത്ത് നേരെ പകുതിയാക്കാം, എന്നിട്ട് ആ പകുതി നിനക്ക് തരാം. എൻ്റെ അടുക്കൽ 2 ഭാര്യമാരുണ്ട്, നീ ഒന്ന് അവരെ നോക്കൂ. അതിൽ ഏത് ഭാര്യയാണോ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഭാര്യയെ ഞാൻ തലാക്ക് ചൊല്ലി നിനക്ക് വിവാഹം കഴിച്ചു തരാം.
ഇതുപോലെ ചരിത്രത്തിൽ പറഞ്ഞ ഇതിന് തുല്യനായ മറ്റൊരാളെ നിങ്ങൾക്ക് കാണാനേ കഴിയില്ല, കാണിച്ചു തരാനേ കഴിയില്ല. ഇത് തന്നെ സഹിഹായ റിവായത്തോടുകൂടി വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കുമായിരുന്നില്ല. എങ്ങനെ പറയാൻ സാധിക്കും ഒരാൾക്ക്? പക്ഷേ അതിനേക്കാൾ അത്ഭുതം അതിന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു കൊടുത്ത മറുപടിയാണ്. എന്താ അബ്ദുറഹ്മാൻ ഔഫ് ശരിക്കും പറയേണ്ടത്? പകുതി സമ്പത്തൊന്നും വേണമെന്നില്ല, അതാണല്ലോ മാന്യത. നിങ്ങൾ കുറച്ചെന്തെങ്കിലും തന്നാൽ അതുകൊണ്ട് ഞാൻ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കച്ചവടം നടത്തി, ഞാൻ ഒരു കച്ചവടക്കാരനാണ്, ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി കച്ചവടം നടത്തിയിട്ട് ഞാൻ ലാഭം ഉണ്ടായിക്കൊള്ളാം എന്നായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയേണ്ടത്. പക്ഷേ ചോദ്യകർത്താവിനെ പോലെ മറുപടി പറയുന്ന ആളും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. അബ്ദുറഹ്മാൻ ഔഫ് എന്താ പറഞ്ഞത്? അതൊന്നും വേണ്ട, ലാ ഹാജത ലി ഫീ ദാലിക്, അതിലൊന്നും എനിക്കൊരാവശ്യമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, കച്ചവടം നടക്കുന്ന ചന്ത ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അദ്ദേഹം ഉണ്ട്, ബനൂ ഖൈനുഖാഇൻ്റെ ഒരു ചന്തയുണ്ട്, അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണിച്ചാൽ അത്രമാത്രം മതി. അങ്ങനെ അദ്ദേഹം ബനൂ ഖൈനുഖാഇൻ്റെ ചന്ത കാണിച്ചു കൊടുത്തു. അന്ന് രാവിലെ അദ്ദേഹം ചന്തയിലേക്ക് പോയി, കുറച്ച് സാധനം അവിടെ നിന്ന് എടുത്തു, കുറച്ച് സാധനം ഇവിടെ കൊടുത്തു, ഇവിടെ നിന്ന് എടുത്ത് അവിടെ കൊടുത്തു, കച്ചവടമൊക്കെ നടത്തി. വൈകുന്നേരമായപ്പോൾ ഫഅതാബി അഖിത്തിൻ വസംനിൻ, ഒരു പാൽക്കട്ടയും കുറച്ച് നെയ്യും ഒക്കെ ലാഭമായിട്ടായിരുന്നു അദ്ദേഹം ലാഭമാക്കി വാങ്ങിയിട്ടായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നത് എന്ന് ചരിത്രത്തിൽ കാണാം, ബുഖാരിയുടെ റിവായത്തിൽ കാണാം. അപ്പോഴത്തേക്ക് അദ്ദേഹം ലാഭം ഉണ്ടാക്കി. ഭയങ്കര കച്ചവട എക്സ്പേർട്ടായിരുന്നു അതിൽ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരു കല്ല് പൊക്കിയാൽ ലഖദ് റഅയ്തുനി ലൗ റഫഅതു ഹജറൻ ലവജദ്തു തഹ്തഹു ഫിദ്ദതൻ വദഹബൻ, ഞാൻ വെറുതെ ഒരു കല്ല് പൊക്കിയാൽ തന്നെ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു വെള്ളി നാണയോ സ്വർണ്ണ നാണയോ എനിക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നാണ്. കാരണം അത്രയും കച്ചവടം, എന്ത് കച്ചവടം ചെയ്താലും അതിൽ ലാഭമുണ്ടാക്കാൻ കഴിവുള്ള ആളായിരുന്നു ആര്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടാവും, അതല്ലെങ്കിൽ ജിഹാദിലായിട്ടുണ്ടാവും. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഹോബി എന്താ? കച്ചവടം ചെയ്യലായിരുന്നു. ബാക്കി മുഴുവൻ സമയം അദ്ദേഹം കച്ചവടം, ഒന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടാവും, അതല്ലെങ്കിൽ ജിഹാദിലായിട്ടുണ്ടാവും, അതല്ലെങ്കിലോ കച്ചവടത്തിലുണ്ടാവും. കച്ചവടക്കാർക്കെല്ലാം സന്തോഷമായല്ലേ? അങ്ങനെ അദ്ദേഹം കച്ചവടം ചെയ്ത് 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 കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ പാട് സഅദ് നബീൻ്റെ അടുക്കൽ വന്നു, കച്ചവടം ചെയ്യാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞ പാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് വന്നപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ മഞ്ഞ നിറത്തിലുള്ള സുഗന്ധദ്രവ്യത്തിൻ്റെ അടയാളം കാണുന്നു. ഇത് കണ്ടതേ ഉള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ചോദിച്ചു, അബ്ദുറഹ്മാൻ നീ വിവാഹം ചെയ്തു അല്ലേ? അബ്ദുറഹ്മാൻ അത്ഭുതപ്പെട്ടു. അതെങ്ങനെ റസൂലുള്ളാഹിക്ക് മനസ്സിലായി? എങ്ങനെ റസൂലുള്ളാഹിക്ക് മനസ്സിലായി വിവാഹം ചെയ്തു എന്ന്? അതായത് പുരുഷന്മാരെ അത്തർ തേക്കുമ്പോൾ ഒരിക്കലും കറയുണ്ടാവരുത്, അടയാളങ്ങൾ ഉണ്ടാവരുത്. അടിച്ചു വീശുന്ന മണം ഉണ്ടായ പ്രശ്നമില്ല, പക്ഷെ എന്തുണ്ടാവരുത്? അടയാളങ്ങൾ ഉണ്ടാവരുത്. അതേസമയത്ത് സ്ത്രീകൾ അത്തർ തേക്കുമ്പോൾ അടയാളം ഉണ്ടായ പ്രശ്നമില്ല, മറിച്ചോ മണം ഉണ്ടാകാൻ പാടില്ല. കാരണം സ്ത്രീകൾ അടിച്ചു വീശുന്ന മണവുമായിട്ട് അത്ര ധരിച്ചിട്ട് പുറത്തു പോയാൽ ഫിത്ന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ മേത്ത് ഒരിക്കലും എന്ത് കാണാൻ പാടില്ല? അത്തറിൻ്റെ അടയാളം കാണാൻ പാടില്ല. പക്ഷേ ഇന്നത്തെ ദിവസം അത്തറിൻ്റെ അടയാളം ഉണ്ടായി. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇന്നലത്തെ രാത്രിയിൽ സ്ത്രീയുമായി അടുത്ത് സമ്പർക്കം ചെലവഴിച്ചു, അവളുടെ കൂടെ കിടന്നു എന്ന് മനസ്സിലാക്കാം. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തസവ്വജ്ത യാ അബ്ദുറഹ്മാൻ, നീ വിവാഹം ചെയ്തു അല്ലേ? അല്ലാഹു അക്ബർ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സാധാരണ അധ്യാപക ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ പറയും കുട്ടികൾക്ക് അറ്റൻഷൻ കൊടുക്കണമെന്ന്. നമ്മുടെ ക്ലാസ്സിൽ ഒരു 5 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളുണ്ടെങ്കിൽ നമ്മളൊരു സലാം പറയുമ്പോൾ ഓരോരുത്തർക്കും തോന്നണം നമ്മൾ അയാളുടെ സലാം പറഞ്ഞു. ആ തരത്തിൽ അറ്റൻഷൻ കൊടുക്കണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് തിയറിക്കലി. പക്ഷേ അതൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ നടത്തി കാണിച്ച ഒരു അധ്യാപകനായിരുന്നു, ഒരു നേതാവായിരുന്നു നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ എല്ലാവരെയും ശ്രദ്ധിക്കും, ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നബി തങ്ങൾ തിരിച്ചറിയും. അത് അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും റളിയല്ലാഹു അൻഹു മാത്രമല്ല, ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും താഴ്ന്ന ആൾ, ചിലപ്പോൾ നമുക്ക് പേര് പോലും അറിയാത്ത ആൾ, അയാളുടെ മാറ്റങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തിരിച്ചറിയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഞാൻ വിവാഹം ചെയ്തു. റസൂൽ ചോദിച്ചു, ആരെ വിവാഹം ചെയ്തത്? അത് ഇംറഅത്തു മിനൽ അൻസാർ അല്ലേ? നേരത്തെ സഅദ് നബിയുടെ ഭാര്യയൊന്നും വേണ്ടാന്ന് പറഞ്ഞു, പക്ഷേ സ്വന്തം അധ്വാനിച്ചു പണമുണ്ടാക്കി അൻസാറുകൾപ്പെട്ട ഒരു സ്ത്രീയെ തന്നെ അദ്ദേഹം വിവാഹം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എത്ര മഹർ കൊടുത്തു? അദ്ദേഹം പറഞ്ഞു, സീനത നവാത്തിൻ മിൻ ദഹബിൻ, നവാത്ത് ദഹബിൽ നിന്നുള്ള സ്വർണ്ണത്തിൽ നിന്നുള്ള നവാത്ത്, അതൊരു പ്രത്യേക അളവാണ്. ഏകദേശം നമ്മുടെ നാട്ടിൽ 11-12 ഗ്രാം വരും. അത്രയും സ്വർണം മഹറായി കൊടുത്തുകൊണ്ട് ഞാൻ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു. നോക്കണേ, ആദ്യത്തെ ദിവസം തന്നെ ലാഭവും കൊണ്ടുവന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ 10-11 ഗ്രാം സ്വർണം മഹറായിട്ട് കൊടുക്കാനും മാത്രമുള്ള സമ്പത്ത് അദ്ദേഹം കച്ചവടം ചെയ്ത് ഉണ്ടാക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നീ ഒറ്റയ്ക്ക് സൂഹിച്ചാൽ പോരാ, ഔലിം ഒലോ ബിശാത്തിൻ, ഒരാടിനെ കൊണ്ടാണെങ്കിലും നീ എല്ലാവർക്കും വലിയ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് നീ സുഖം അനുഭവിച്ചാൽ പോരാ, നിൻ്റെ സുഖം അത് നിൻ്റെ സന്തോഷം അത് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷമാണ്. അതുകൊണ്ട് ഒരു ആടിനെങ്കിലും അറുത്തിട്ട് നീ വലിയമ കൊടുക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കച്ചവടം ചെയ്യാൻ തുടങ്ങി, വലിയ സമ്പത്തിൻ്റെ ഉടമയായി മാറി. അദ്ദേഹം മരിച്ച സമയത്ത്
അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. കുറച്ച് കണക്ക് പറയാം, ആരും ഉറക്കരുത്. അദ്ദേഹത്തിന് 4 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. സമ്പത്തിൻ്റെ 8/1 ഭാര്യമാർക്ക് കിട്ടുക. സമ്പത്തിൻ്റെ മൊത്തത്തിൽ 8/1 ഭാര്യമാർക്ക് കിട്ടുക. ഒരു ഭാര്യയ്ക്ക് തന്നെ കിട്ടിയത് 80,000 ദീനാർ അല്ലെങ്കിൽ ദിർഹം. ദീനാർ എന്ന് പറഞ്ഞാൽ 4.5 ഗ്രാം സ്വർണ്ണം കേട്ടോ. ഒരു ദീനാർ എത്രയാ? 4.5 ഗ്രാം സ്വർണ്ണം. ഒരു ഭാര്യയ്ക്ക് തന്നെ കിട്ടിയത് എത്രയാ? 80,000 ദീനാറാ. അപ്പം 4 ഭാര്യമാർക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? അത് നോക്കണം. അത് പിന്നെ 8 കൊണ്ട് ഗുണിക്കണം അദ്ദേഹത്തിൻ്റെ മൊത്തം സ്വത്ത് കിട്ടാൻ. ഏകദേശം 2.5-3 മില്യൺ ദീനാറുകൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ മരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അത് സമ്പത്തായിട്ട് മാത്രം. അതുകൂടാതെ അൽഫ ബഈർ. ഇത് തബഖാത്തിൽ തബഖാത്തിൽ കുബറയിൽ ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന റിവായത്തുകളാണ്. അദ്ദേഹം 1000 ഒട്ടകങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് പോയത്. 3000 ആടുകൾ ഉണ്ടായിരുന്നു. 100 കുതിരകൾ, ബഖീഇൽ മേയുന്ന 100 കുതിരകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാധാരണഗതിയിൽ അന്ന് കൃഷിയൊക്കെ നനച്ചിരുന്നത് ഒരു തേവി നനക്കുക എന്ന് പറയും. ഒട്ടകത്തിൻ്റെ മേലെ തേവി നനക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജുർഫിലുള്ള തോട്ടം നനക്കാൻ ഏകദേശം 20 ഒട്ടകം വേണ്ടിയിരുന്നു. അത്രയും വലിയ തോട്ടവും അദ്ദേഹം ബാക്കിയാക്കിയിട്ടായിരുന്നു പോയിരുന്നത്. എവിടെ നിന്ന് തുടങ്ങിയതാ? അതിനൊക്കെ ഒരു കാരണമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തിന് വേണ്ടി ബാറക്കല്ലാഹു ഫീക യാ അബ്ദുറഹ്മാൻ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ബറക്കത്ത് നിനക്ക് ഉണ്ടാകട്ടെ. അതുകൊണ്ട് തന്നെ വലിയ ബറക്കത്തായിരുന്നു ഇത്. നമ്മൾ സാധാരണ വീതം വെക്കുക എന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് നോക്കും? മരിച്ച ആൾക്ക് എന്തെങ്കിലും വസിയത്തുണ്ടോ നോക്കുമല്ലേ. ആ വസിയത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാ വീതിക്കുക. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് മരിച്ചപ്പോൾ വസിയത്തുണ്ടോ നോക്കുമ്പോൾ വസിയത്തുണ്ട്. എന്താ അദ്ദേഹം വസിയത്ത് ചെയ്തത്? എല്ലാ ജീവിച്ചിരിക്കുന്ന ബദരീങ്ങൾക്കും 400 ദീനാർ കൊടുക്കണോ. അപ്പോൾ അവരന്ന് എണ്ണി നോക്കുമ്പോൾ ഏകദേശം 100 ബദരീങ്ങൾ അന്ന് ജീവിച്ചിട്ടുണ്ട്. 100 പേർക്കും 400 വെച്ച് കൊടുത്തു. അപ്പോൾ എത്രയായി? 40,000 ദീനാർ ബദരീങ്ങൾക്ക് കൊടുത്തു വസിയത്തനുസരിച്ച്. വേറെയും കുറേ വസിയത്തുകൾ ഉണ്ടായിരുന്നു. ഈ വസിയത്ത് വീതിച്ചതിന് ശേഷമാണ് പിന്നീട് ബാക്കിയുള്ള അനന്തരാവകാശികൾക്ക് ഈ സ്വത്തുക്കൾ കൊടുക്കുന്നത്. അത്രയും വലിയ സ്വത്തിൻ്റെ ഉടമയായിരുന്ന ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഇത്രയും വലിയ സ്വത്തിൻ്റെ ഉടമയായിരുന്നെങ്കിലും അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അൽ ഗനിയ്യു ഷാക്കിർ എന്നാണ്. ഷാക്കിറായ സമ്പന്നൻ, നന്ദിയുള്ള സമ്പന്നൻ, ശുക്രിൻ്റെ സ്വഭാവമുള്ള സമ്പന്നൻ. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ കൈകളിലായിരുന്നു, ഒരിക്കലും ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. കൈകളിൽ എത്ര സമ്പത്ത് ഉണ്ടാകുന്നതും ഇസ്ലാമിൽ അതൊരു കുറച്ചിലല്ല. നമ്മൾ മറ്റേ കമ്മ്യൂണിസ്റ്റ് വാദമൊന്നുമില്ല. സമ്പത്ത് ഉണ്ടാകുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ സമ്പത്ത് ഉണ്ടാകുന്നത് എപ്പോഴെവിടെ ആയിരിക്കണം? കയ്യിലേ ഉണ്ടാകാൻ പാടുള്ളൂ, ഹൃദയത്തിലേക്ക് കയറാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാനായി കാണുന്ന മൊയ്തീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു. അതോടൊപ്പമാണ് അദ്ദേഹം വലിയായത്. സഹാബാക്കളുടെ കൂട്ടത്തിൽ സമ്പന്നരായ പല സഹാബാക്കളുണ്ടായിരുന്നു. നമ്മുടെ ഒരു പ്രശ്നം എന്താ അറിയോ? നമ്മുടെ കയ്യിലൊട്ട് പൈസയില്ല, അതിന് മുമ്പ് തന്നെ ഹൃദയത്തിൽ കയറി. കയ്യിൽ 5 കാശ് ഉണ്ടാവില്ല, പക്ഷേ 24 മണിക്കൂർ ചിന്ത എന്താ? നാളെ മറ്റന്നാൾ അങ്ങാണ് എനിക്ക് പൈസ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ആക്കാൻ പറ്റുമോ? ഇങ്ങനെ ആക്കാൻ പറ്റുമോ? അങ്ങനെ കുറേ ചിന്ത കൂടുമ്പോഴാണ് നമ്മൾ പൈസ കിട്ടാതിരിക്കുമ്പോൾ പലിശക്കെടുത്തു പോകുന്നത്, ആരാൻ്റെ പണം കവർന്നെടുത്തു പോകുന്നത്. അത് പാടില്ല. പണം ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ പണം ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ കയറാൻ പാടില്ല. അതിൻ്റെ ഹക്കുകൾ, അദാകൾ നമ്മൾ കൃത്യമായി പൂർത്തിയാക്കണം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ നമുക്ക് വലിയ മാതൃകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 1-ലധികം പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പകുതി സ്വത്ത് അദ്ദേഹം ചെലവഴിച്ചിരുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ നേരെ പകുതി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മതിയാകുന്നില്ല. അദ്ദേഹം വീണ്ടും 40,000 ദിർഹം അല്ലെങ്കിൽ ദീനാർ വീണ്ടും ചെലവഴിച്ചു. പിന്നെയും മതിയാകുന്നില്ല. അദ്ദേഹം വീണ്ടും 40,000 ദിർഹം അല്ലെങ്കിൽ ദീനാർ ചെലവഴിച്ചു. പിന്നെയും മതിയാകുന്നില്ല. അദ്ദേഹം 500 ഫറസിൻ 500 കുതിരകൾ വീണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. എന്തീ പറയുന്നത്? എന്നിട്ടും മതിയാകുന്നില്ല. അദ്ദേഹം അല അൽഫിൻ വ 500 റാഹിലത്തിൻ ഫി സബീലില്ലാ, അടുത്തൊരു യുദ്ധത്തിൻ്റെ അവസരം വന്നപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ 1500 വാഹനങ്ങൾ സർവ്വവിധ സന്നാഹങ്ങളോടുകൂടി അദ്ദേഹം തയ്യാറാക്കി കൊടുത്തു. അല്ലാഹു അക്ബർ. ഇത് നമുക്ക് പറയാൻ എളുപ്പമുണ്ട്. അന്നത്തെ ഏറ്റവും വലിയ 2 നല്ല ഫൈനസ്റ്റ് വാഹനങ്ങളാണ്, ഒന്ന് കുതിരയും ഒട്ടകവും. നമ്മുടെ നാട്ടിൽ വെച്ച് നമുക്ക് പറയുമ്പോൾ ഒരു ചെറിയ ആംബുലൻസ്, ഒരു വലിയ ആംബുലൻസ് അല്ലേ. കുതിരയുടെ സ്ഥാനത്ത് നമുക്ക് എന്താ പറയാം? ഒരു ചെറിയ ആംബുലൻസ് എല്ലാവിധ സന്നാഹങ്ങളോടുകൂടി നമ്മൾ എന്താക്കുക, ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാമെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥ. അന്നത്തെ കാലത്ത് അത്രയും വിലയുണ്ട് ആ സാധനത്തിന്. അവിടെയാണ് 500ഉം 1500ഉം ഒക്കെ ചാരിറ്റിക്ക് വേണ്ടി ആര് കൊടുക്കുന്നത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരാരാ? വിധവകളാണ് അല്ലേ. അവരെ ഇനി വേറൊരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ? വഅസ്വാജുഹു ഉമ്മഹാത്തുക്കും, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ആർക്കും വിവാഹം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവരുടെ അവസ്ഥ വളരെ കഷ്ടത്തിലായിരിക്കും.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അവിടുത്തെ ഭാര്യമാരെ പൊന്നുപോലെ നോക്കിയ ഒരു സഹാബിയായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ കാണാം, മിസ്വർ റഹിമഹുല്ലാഹ് പറയാണ്, ഒരിക്കൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാന് 40,000 ദീനാറിന് ഒരു ഭൂമി വിറ്റു. അന്നത്തെ കച്ചവട കണക്കുകളൊക്കെ നമുക്ക് കുറച്ച് പറയാമല്ലേ. ആരൊക്കെ വിൽക്കേണ്ടത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് 40,000 ദീനാറിന്, നമ്മൾ പറഞ്ഞു ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ എത്ര, 4.25 ഗ്രാം സ്വർണ്ണാണ്, വിറ്റിട്ട് അദ്ദേഹം ഈ 40,000 ദീനാർ കിട്ടിയപ്പം അത് ആദ്യം തൻ്റെ കുടുംബത്തിൽപ്പെട്ട ബനൂ സുഹ്റ ഗോത്രത്തിൽപ്പെട്ട പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. പിന്നെ അതിനുശേഷം ജനങ്ങളിൽപ്പെട്ട ആവശ്യക്കാർക്കൊക്കെ കൊടുത്തു. പിന്നെ ബാക്കിയുള്ളത് മുഴുവനും ഉമ്മഹാത്തുൽ മുഅ്മിനീന് കൊടുത്തയച്ചു. മിസ്വർ റഹിമഹുല്ലാഹ് പറയാണ്, ഐഷ ബീബിക്ക് കൊടുക്കാനുള്ള കെട്ട് കൊടുത്തിട്ട് ഞാനാണ് പോയത്. ഐഷ ബീവിയുടെ അടുക്കലെത്തിയപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, മൻ അർസല ബിഹാദ, ആരാണ് നിന്നെ ഇതും കൊണ്ട് അയച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അയച്ചത്. അപ്പോൾ അവരിന്ന് പറഞ്ഞു, ഐഷ ബീബി റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യഹിന്നു അലൈക്കും ബഅദി ഇല്ല സ്സാബിറൂൻ, എനിക്ക് ശേഷം എൻ്റെ ഭാര്യമാരോട് നിങ്ങളോട് കരുണ കാണിക്കുന്നത്, അനുകമ്പ കാണിക്കുന്നത് നല്ല ക്ഷമയുള്ള ആളുകളല്ലാതെ വേറെ ആർക്കും കാണിക്കാൻ കഴിയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങളോട് അനുകമ്പ കാണിക്കുക, സ്നേഹം വെച്ച് പുലർത്തുക എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമയുള്ള ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് സൽസബീൽ തടാകത്തിൽ നിന്ന്, സ്വർഗത്തിൻ്റെ പാനീയത്തിൽ നിന്ന് കുടിപ്പിക്കുമാറാകട്ടെ എന്ന് ഐഷ ബീബി റളിയല്ലാഹു അൻഹ ദുആ ചെയ്തു. ഇതാരറിഞ്ഞു? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടു. അദ്ദേഹം ഉടനെ തന്നെ തിർമിദിയുടെ റിവായത്തിൽ കാണാം, അദ്ദേഹം അടുത്ത തോട്ടം വിറ്റു. അത് വിറ്റത് എത്രയിനാ? നേരത്തെ 40,000 ദീനാറാണെങ്കിൽ ഇത് 4 ലക്ഷം ദീനാർ അല്ലെങ്കിൽ ദിർഹം, എന്താണെന്ന് കൊടുത്തിട്ടില്ല തിർമിദിയുടെ റിവായത്തിൽ. 4 ലക്ഷത്തിനാണ് അടുത്ത തോട്ടം വിറ്റത്. അത് മുഴുവൻ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അദ്ദേഹം ചെലവഴിച്ചു. കാരണം എന്താ? എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശേഷം എൻ്റെ ഭാര്യമാരോട് സ്വാബിരീങ്ങളല്ലാതെ അനുകമ്പ കാണിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാന കാലഘട്ടത്ത്, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഹജ്ജിൻ്റെ സമയത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീനെ മുഴുവനും അദ്ദേഹം കൂടെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഹൈ പ്രയോറിറ്റിയുള്ള VIP കാറ്റഗറിയിലുള്ള ആളാണ് ആര്? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളല്ലേ. അപ്പോൾ അവരെ ഈ യാത്രയിൽ കൊണ്ടുപോകാനും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചത് 2 പേരെയായിരുന്നു. ഒരാൾ മുമ്പിൽ, മറ്റൊരാൾ ബാക്കിൽ. മുമ്പിലുണ്ടായിരുന്ന ആളാരാ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ബാക്കിലുണ്ടായിരുന്ന ആളാരാ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. 2 മില്യനയറിനെ ഞാൻ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് ടാറ്റ മുമ്പിലും ബിർള ബാക്കിലും എന്ന് പറയുന്നത് പോലെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ഈ കാലഘട്ടത്തും അങ്ങനെ പണക്കാർ പിന്നെ ഭരണാധികാരികളുടെ മുന്നിലും പിന്നിലും ഒക്കെ കാറെടുത്ത് പോക്കട്ടെ, അതെന്തിനാ പോകുന്നത്? ഊറ്റാൻ വേണ്ടി ഇങ്ങോട്ട്. ഇവർ അതിന് വേണ്ടിയല്ല പോയിരുന്നത്. മറിച്ചോ ചരിത്രത്തിൽ കാണാം, ഫല യദഉ അഹദൻ യദ്നു മിൻഹുന്ന, ഉസ്മാൻ ബിൻ അഫ്ഫാൻ മുന്നിൽ പോകുമായിരുന്നു. ഒരു കുട്ടിയെ പോലും അവരുടെ അടുക്കലേക്ക് അടുക്കാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. ഫുൾ പ്രൊട്ടക്ഷനും നൽകും, എല്ലാ ഖിദ്മത്തുകളും ഇദ്ദേഹം എടുത്തു കൊടുക്കും. ബാക്കിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ബാക്കിൽ നിന്ന് ഒരു കുട്ടിയെ പോലും അങ്ങോട്ടേക്ക് അടുക്കാൻ അദ്ദേഹവും സമ്മതിച്ചിരുന്നില്ല. അവർക്ക് വേണ്ട മുഴുവൻ ഖിദ്മത്തുകളും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എടുക്കുമായിരുന്നു. ഓരോ താഴ്വരയിലും ഇറങ്ങുമ്പോൾ ഇവർ 2 പേരും പോയി ആദ്യം അതൊക്കെ ശരിയാക്കും, സ്ഥലമൊക്കെ ശരിയാക്കി കൊടുക്കും. എന്നിട്ട് അവരെ പതുക്കെ അവിടെ ഇറക്കിയിരുത്തും. എന്നിട്ട് അതിൻ്റെ എൻട്രൻസിൽ ഇവർ 2 പേരും വന്നിരിക്കും. ഒരു കുട്ടിയെ പോലും അതിൻ്റെ പരിസരത്തേക്ക് അവർ അടുപ്പിക്കുമായിരുന്നില്ല. മുഴുവൻ ഖിദ്മത്തുകളും ഈ മഹാന്മാർ ചെയ്തു കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയൊക്കെ ത്യാഗങ്ങൾ ചെയ്തു, ഇത്രയൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ട ആളാണെന്നുള്ള വാർത്ത നേരിട്ട് കേട്ടു. ആര്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു. പക്ഷേ അദ്ദേഹത്തിന് എപ്പോഴും പേടിയായിരുന്നു, ആഖിറത്തിൽ രക്ഷപ്പെടുമോ എന്ന്. നമുക്കില്ലാത്ത വിഷയം അതാ. നമുക്കിന്ന് സുഖമായിട്ട് ഉറക്കം വരുന്നു, യാതൊരു ഭയവും ഇല്ല. അദ്ദേഹത്തിന് ഭയങ്കര പേടിയായിരുന്നു. ഒരിക്കൽ ഒരു നോമ്പിൻ്റെ സമയത്ത് നോമ്പ് തുറക്കാൻ നേരമായപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവച്ചു. വ്യത്യസ്ത വിഭവങ്ങളുണ്ട്, നല്ല പണമുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനൊക്കെ ശേഷം കുറേ വിഭവങ്ങൾ ഇങ്ങനെയുണ്ട്. അദ്ദേഹം കുറച്ച് നേരം അതിനെ ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഖുതില മുസ്അബ് ബിൻ ഉമൈർ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദാക്കപ്പെട്ടു. അദ്ദേഹം എന്നെക്കാട്ടി എത്രയോ നല്ല ആളായിരുന്നു. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ കഫൻ പൊതിയാൻ വേണ്ടി നോക്കിയപ്പോൾ ചെറിയൊരു പുതപ്പ് മാത്രമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ തല പുതച്ചാൽ കാല് പുറത്തേക്ക് വരുന്നു. പാവം, കാല് പുതച്ചാൽ തല പുറത്തേക്ക് വരുന്നു. എന്തൊരവസ്ഥയാണ്. അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായി. അതിനുശേഷം ഹംസ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹവും എന്നെക്കാട്ടി എത്രയോ ഖൈറായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ ഞങ്ങൾക്കൊന്ന് നോക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ശത്രുക്കൾ വികൃതമാക്കിയിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് ദുനിയാവ് വിശാലമാക്കപ്പെട്ടു. ബുഖാരിയുടെ ഹദീസാണ്. ദുനിയാവ് വിശാലമാക്കപ്പെട്ടു. നിങ്ങൾ ഈ കാണുന്ന അനുഗ്രഹങ്ങളൊക്കെ ദുനിയാവിൽ നിന്ന് അള്ളാഹു ഞങ്ങൾക്ക് നൽകി. വഖദ് ഖശീന അൻ തകൂന ഹസനാതുന ഉജ്ജിലത് ലനാ,
എനിക്ക് ഭയപ്പാടുണ്ട്, ഞങ്ങളുടെയൊക്കെ നന്മയുടെ പ്രതിഫലം ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ഞങ്ങൾക്ക് നൽകുകയാണോ എന്നെനിക്ക് പേടിയുണ്ട്, ആഖിറത്തിൽ പോകുമ്പോൾ ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ല റബ്ബേ എന്നെനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് നോമ്പ് തുറന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോയിരുന്നു. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും ഖശിയത്തും ഖൗഫും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത, ഒരിക്കൽ അദ്ദേഹത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, പ്രതിരോധിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെയും, ഇത് മുസ്ലിമിൻ്റെ റിവായത്താണ്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടയിൽ ചെറിയൊരു കശവിശ ഉണ്ടായി, ചെറിയൊരു തർക്കം ഉണ്ടായി. ഈ തർക്കത്തിനിടയിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചീത്ത നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരരുത്, ആ ചീത്ത മനസ്സിൽ കൊണ്ടുവരരുത്, അതല്ല. കാരണം ഇത് മുസ്ലിമിൻ്റെ റിവായത്താണെങ്കിൽ അഹ്മദിൻ്റെ റിവായത്തിൽ റഹിമഹുല്ല വരുന്നുണ്ട്, ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ഔഫിനോട് ഖാലിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചെന്നാ, നീ ഇത്രയും വലിയ രീതിയിൽ എന്നോട് സംസാരിക്കുന്നത് നീ ആദ്യകാലത്ത് മുസ്ലിമായി എന്നുള്ള ഒരു പവർ കൊണ്ടാണോ, ആ ഒരു മേന്മ കൊണ്ടാണോ നീ എന്നോട് ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്നത് എന്ന രീതിയിൽ ഒന്ന് മോശമായിട്ട് സംസാരിച്ചു എന്ന് ചോദിച്ചു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അപ്പോൾ അബ്ദുറഹ്മാൻ അല്ല തിരിച്ച് മറുപടി പറഞ്ഞു, പിന്നെയോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെയും അതുപോലുള്ള ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ലാ തസുബ്ബു അഹദ മിൻ അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബാക്കളിൽപ്പെട്ട ഒരാളെയും ചീത്ത വിളിക്കരുത് കേട്ടോ. കാരണം ഫഇന്ന അഹദഹും ലൗ അൻഫഖ മിസ്ല ഉഹദിൻ ദഹബ, നിങ്ങളിൽ ഒരാൾ, ആരോടാ പറയുന്നത്? നമ്മളോടല്ല, സഹാബാക്കളിൽ നിന്ന് പെട്ട പിൽക്കാലത്തെ മുസ്ലിമീങ്ങളായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളോട് പറയാ, നിങ്ങളിൽ ഒരാൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ഇവരിൽപ്പെട്ട ഒരാൾ ഒരു കൈപ്പിടി ചെലവഴിക്കുന്നതിൻ്റെ അത്രയും പോലും, വലാ നസീഫഹു, അതിൻ്റെ പകുതി ചെലവഴിക്കുന്നതിൻ്റെ അത്രയും പോലും ആവില്ല എന്ന് പറഞ്ഞു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? എന്നിട്ടും നമുക്ക് ഭയങ്കര ധൈര്യം. എത്ര ആളുടെ സഹാബാക്കളെ ചീത്ത വിളിക്കുന്ന, മോശം പറയുന്ന, കുറ്റം പറയുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അങ്ങനെയുള്ള മുഴുവൻ ഫിത്നകളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെതിരെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിച്ചതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായി ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരിക്കൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കലേക്ക് പോയി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഉമ്മുൽ മുഅ്മിനീൻ, എനിക്ക് ഭയങ്കര പേടി, എൻ്റെ അടുക്കൽ ഒരുപാട് സമ്പത്തുണ്ട്, ഈ സമ്പത്തിൻ്റെ പേരിൽ ഞാൻ നശിച്ചു പോകുമോ എന്ന് എനിക്ക് ഭയമാകുന്നു, അങ്ങനെ എന്തെങ്കിലും ഉപദേശം നൽകിയാലും എന്ന് ആവശ്യപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, അൻഫിഖ് യാ ബുനയ്യ, മോനെ നീ നല്ലോണം ചെലവഴിച്ചോ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന മിൻ അസ്ഹാബി മൻ ലാ യറാനി ബഅദ അൻ ഉഫാരിഖഹു. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്ന ഹദീസ് കേട്ടോ. എൻ്റെ കാലഘട്ടത്തിന് ശേഷം, ഞാൻ വിട്ടുപിരിഞ്ഞതിന് ശേഷം പിന്നീട് ഒരിക്കലും ഞാൻ കാണാത്ത കുറച്ച് ആളുകൾ എൻ്റെ സഹാബാക്കളുടെ കൂട്ടത്തിലുണ്ടാവും. എൻ്റെ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഞാൻ അവരെ വിട്ടുപിരിഞ്ഞതിന് ശേഷം പിന്നീട് ഒരിക്കലും ഞാൻ അവരെ കാണൂല, അങ്ങനത്തെ കുറേ ആളുകൾ എൻ്റെ സഹാബാക്കളിൽ ഉണ്ടാവുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് അവരുടെ നന്മകളൊക്കെ നശിച്ചു പോകും, അവർ മുർത്തദീങ്ങളായി പോകും, ചിലപ്പോൾ വിദഅത്തിന്റെ ആളുകളായി പോകും എന്ന് പറഞ്ഞ ഭയപ്പെടുത്തിയ ചില ആളുകൾ എൻ്റെ അസ്ഹാബുകളിൽ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നന്മകൾ പോയി പോകുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു മോശം ഗുണമാണ് പിശുക്ക് നന്മകളെ മുഴുവൻ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഈ വിഭാഗത്തിൽ പെടണ്ട എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നല്ല പോലെ ചെലവഴിക്കും മോനെ എന്ന് ഉപദേശം കൊടുത്തു? ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ഉപദേശം കൊടുത്തു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉപദേശം സ്വീകരിച്ചു. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാനുള്ള നിയ്യത്തുകളുമായി അവിടുന്ന് പുറത്തിറങ്ങി. അദ്ദേഹം നേരെ പോയത് ഫഅതൈതു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്കാണ് അദ്ദേഹം പോയത്. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. ഉമ്മു സലമയുടെ അടുക്കൽ പോയിരുന്നു, ഇങ്ങനൊരു ഹദീസ് കേൾപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സഹാബാക്കളുടെ കൂട്ടത്തിൽ ചില ആളുകളെ ഞാൻ അവരെ വിട്ടുപിരിഞ്ഞാൽ പിന്നീട് ഒരിക്കലും കാണൂല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കേട്ടു എന്ന് പറഞ്ഞു. ഇത് കേൾക്കലും ഉമർ ഓടി നേരെ ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വന്നു. അവരുടെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് ചോദിച്ചു, ബില്ലാഹി അന മിൻഹും, ഉമ്മ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ, ആ പറഞ്ഞ കൂട്ടത്തിൽ ഈ ഉമർ ഉണ്ടോ? റസൂലുള്ളാഹ് അത്രയും മോശമായി പറഞ്ഞ ആളുകളില്ലേ, ആ കൂട്ടത്തിൽ ഈ ഉമർ ഉണ്ടോ? ഒന്ന് പറഞ്ഞു തരും ഉമ്മ, ഒന്ന് അറിയിച്ചു തരും ഉമ്മ. അല്ലാഹു അക്ബർ. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ മഹാസംഭവം. എത്ര പറഞ്ഞല്ലേ, നമ്മൾ എത്ര സംഭവങ്ങൾ എല്ലാവരെ കുറിച്ച് പറയുമ്പോഴും ആ പേര് കടന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഓടിപ്പോയി. ആരെ ചോദിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു. ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, ബില്ലാഹി അന മിൻഹും, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, ഞാൻ ആ കൂട്ടരിൽ പെട്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വഴിപേശവനായി പോവോ? അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ബേജാറായിട്ട് പറഞ്ഞു, അല്ലാഹുമല്ല, ഒരിക്കലുമില്ല.
അങ്ങ് ആ കൂട്ടത്തിൽ പെട്ടവരേ അല്ല. പക്ഷേ അങ്ങേക്ക് ശേഷം ഇനി ഒരാളെക്കുറിച്ചും ഞാൻ അതിൽ പെട്ടവരാണോ പെട്ടവരല്ലേ എന്നൊന്നും പറയൂല, ഇടപെടൂല ഞാൻ. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അങ്ങൊരിക്കലും ആ കൂട്ടത്തിൽ പെട്ടതല്ല എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അബ്ദുറഹ്മാൻ ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഇതും സഹീഹായ ഹദീസാണ്. അവസാനം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ഹിജറ 32-ാമത്തെ വർഷമാണ്. ഏകദേശം 75 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന് മരണപ്പെടുമ്പോൾ. എത്ര വയസ്സുണ്ടായിരുന്നു? അദ്ദേഹം മുസ്ലിം ആകുമ്പോൾ എത്ര വയസ്സ് മാത്രമേ പ്രായമുള്ളൂ? റസൂലുള്ളാഹിനെ കാട്ടി 10 വയസ്സ് കുറവ്. അപ്പോൾ 30 വയസ്സിലാണ് അദ്ദേഹം മുസ്ലിം ആകുന്നത്, ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അദ്ദേഹം 75-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. ഇപ്പം ബഖീഇലാണ് അദ്ദേഹം ദഫൻ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഉംറക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സലാം പറയാനും ഈ ചരിത്രങ്ങളൊക്കെ അയവിറക്കാനും വേണ്ടി സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് എത്രയും പെട്ടെന്ന് എന്നെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് പറയാനുള്ളത്, അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത് ഒരു സഹാബിയുടെ ചരിത്രമാണ്. ആ സഹാബി ഉഹദിൽ ഷഹീദായി, അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ടു. പക്ഷേ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഅദ് നബി വക്കാസ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും പറയുന്നുണ്ട്, എനിക്ക് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ മരിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊറ്റ അവസ്ഥയിൽ മാത്രം. ഏതവസ്ഥ? അത് ഈ സഹാബി മരിച്ചതുപോലെ മരിക്കണമാണ് എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? സഅദ് റളിയല്ലാഹു അൻഹും പിന്നെ സഅദ് നബി വക്കാസ്, രണ്ടുപേരും അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ടവരാണ്. എനിക്ക് ഉറപ്പാണ്, ഞാൻ വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം, ഈ സഹാബിയുടെ പേരും നമ്മൾ ആരും കേട്ടിട്ടുണ്ടാവില്ല ഇതുവരെ. നമ്മളാരും കേട്ടിട്ടില്ല, നമുക്ക് അറിയ പോലും ഉണ്ടാവില്ല ആ സഹാബി ആരാണെന്ന്. വേണമെങ്കിൽ പേര് ഞാൻ ഇപ്പോൾ തന്നെ പറയാം, വഹബ് അൽ മുസ്നി റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ഇൻഷാ അല്ലാഹ് കുറേ ചരിത്രങ്ങൾ പറയാണ്ട്. അള്ളാഹു നല്ലത് പറയാനും കേൾക്കാനൊക്കെ ഉള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.